ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടിട്ട് ഈ SFX ടൈപ്പിലെ റീൽസ് വീഡിയോസിൽ അതുപോലെ കാർ ബൈക്കിന്റെ ഒക്കെ റീൽസിലൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു ടയർ സ്പിന്നിങ്ങിന്റെ ഒരു ട്രാൻസിഷന്റെ ഒരു ട്യൂട്ടോറിയലാണ്. അത് നമ്മുടെ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് അപ്പോൾ ഈസി ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വലിയ റിസ്ക് കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്ത് കറക്റ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ വീഡിയോസ് ഇതേപോലത്തെ ഈ ഒരു ടയറിന്റെ ഒരു സ്പിന്നിങ്ങിന്റെ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ട്യൂട്ടോറിയലിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ കാണുന്നവരായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു. കാരണം ഇതുപോലത്തെ ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ട്രെൻഡിങ് ആയിട്ട് ട്യൂട്ടോറിയൽസ് ആണ് നമ്മുടെ ചാനൽ കൂടുതൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ നമ്മൾ ചെയ്തില്ല. അപ്പോൾ ഗൈസ് ഈ ടയർ സ്പിന്നിങ്ങിന്റെ ഒരു ട്രാൻസാക്ഷൻ ഞാൻ ഇവിടെ എഡിറ്റ് ചെയ്യുന്നത് ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഞാനിവിടെ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഞാൻ ജസ്റ്റ് 2 വീഡിയോ ക്ലിപ്പ് അവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ടയർ സ്പിന്നിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം ഏകദേശം അതെങ്ങനെ ഷൂട്ട് ചെയ്തുള്ളതെന്ന്. അപ്പോൾ നിങ്ങൾ ഇതേമാതിരിയുള്ള ഒരു ട്രാൻസാക്ഷൻ നിങ്ങളുടെ വീഡിയോയിലേക്ക് അവിടെ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ ഏകദേശം നിങ്ങൾ ഈ ഒരു ടൈപ്പിൽ നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ കൂടി എളുപ്പമാവും. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഒരു കാറിന്റെ ഒരു ടയറാണ്, ഫ്രണ്ട് ടയർ. അപ്പോൾ ഈ ഒരു ടയർ സ്പിന്നിങ്ങിന്റെ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വൈറ്റ് ലൈൻ നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ എവിടെ വെച്ചിട്ടാണ് ആ ഒരു ടയർ അവിടെ സ്പിന്നിങ് ആവേണ്ടത് അവിടേക്ക് നിങ്ങൾ വൈറ്റ് ലൈൻ കൊണ്ടുപോയി വെച്ചിട്ട് താഴത്തെ ടൂൾ ബോക്സിൽ നിങ്ങൾക്ക് അവിടെ ഫ്രീസ് ചെയ്യുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ഭാഗം വീഡിയോ ഫ്രീസ് ആക്കിയിട്ട് ഒരു ഇമേജ് രൂപത്തിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഇമേജ് ആയിട്ട് കിട്ടും ആ ഒരു വീഡിയോന്റെ ഒരു പോർഷൻ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഇമേജ് ആയി വന്നിട്ടുള്ള ഒരു ലെയർ നിങ്ങളൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് 2 എണ്ണം ആക്കി കൊടുക്കുക. എന്നിട്ട് ആ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഇമേജ് നിങ്ങൾ താഴത്തെ ടൂൾ ബോക്സിൽ ഓവർലേ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഇമേജ് നിങ്ങൾ ഓവർലേ ആക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഓവർലേ ആക്കിയിട്ട് കിടക്കുന്ന ഒരു ഇമേജ് നിങ്ങൾ കറക്റ്റ് ആ ഒരു മെയിൻ ട്രാക്ക് കിടക്കുന്ന ഒരു ഇമേജിന്റെ അടിക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ. എന്നിട്ട് ആ ഒരു ഓവർലേ ആക്കിയിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഇമേജ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് താഴത്തെ ടൂൾ ബോക്സിലെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഓട്ടോ റിമൂവിൽ കസ്റ്റം ക്രോമാക്കി പറഞ്ഞിട്ട് 3 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നടുവത്തെ കസ്റ്റം എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് അതിൽ ബ്രഷ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ നല്ല പക്കാ ഫിനിഷിംഗിൽ ആ ടയർ നിങ്ങൾ ഡ്രോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ട് സൈഡിൽ ടിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ടയർ മാത്രമായിട്ട് അവിടെ കട്ട് ചെയ്ത് കിട്ടും. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇനി ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോക്ക് നിങ്ങൾക്ക് ടയർ സ്പിൻ ആവേണ്ടത് എത്ര സെക്കൻഡാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ മെയിൻ ട്രാക്ക് കിടക്കുന്ന ഒരു നമ്മൾ ഫ്രീസ് ആക്കിയിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഇമേജിന്റെ ഡ്യൂറേഷൻ നിങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാനത് ഏകദേശം 1.5 സെക്കൻഡാണ് ഞാൻ അവിടെ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുന്ന ഒരു മ്യൂസിക്കിനനുസരിച്ചിട്ട് നിങ്ങൾ ആ ഒരു മെയിൻ ട്രാക്ക് കിടക്കുന്ന ഒരു ഫ്രീസ് ആക്കിയിട്ടുള്ള ഒരു ഇമേജിന്റെ ഡ്യൂറേഷൻ നിങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 1.5 സെക്കൻഡ് ആക്കിയതിന് ശേഷം പിന്നെ അതിന് താഴായിട്ട് കിടക്കുന്ന ഒരു ഇമേജിന്റെ ഡ്യൂറേഷൻ ഞാൻ കറക്റ്റ് ഒരു 1.5 കുറവാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഞാനത് ഏകദേശം ഒരു 0.1 സെക്കൻഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇനി ചെയ്യേണ്ട ഒരു ടയർ മാത്രം കട്ട് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് നിങ്ങൾ കറക്റ്റ് ഒരു സ്ക്വയർ സൈസ് 1:1 സ്ക്വയർ സൈസിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ പക്ക ഫിനിഷിംഗ് ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അത് ക്രോപ്പ് ചെയ്തെടുക്കുക. കാരണം ഇങ്ങനെ ക്രോപ്പ് ചെയ്താലും നമുക്കത് ടയർ കറക്റ്റ് ആയിട്ട് സ്പിന്നിങ് ആവുള്ളൂ ഈ ഒരു എഫക്റ്റ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അത് സ്ക്വയർ സൈസിൽ നിങ്ങൾ ക്രോപ്പ് ചെയ്തിട്ട് കറക്റ്റ് ആ ഒരു വണ്ടിയുടെ ടയറിന്റെ മേലേക്ക് നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ സ്ക്രീൻ കാണിക്കുന്ന പോലെ. അപ്പോൾ ഒരു കട്ട് ചെയ്തിട്ടുള്ള ടയർ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആ ഒരു കാറിന്റെ ടയറിന്റെ മേലേക്ക് തന്നെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നതിൽ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഓവർലേ ഇമേജിന്റെ സ്റ്റാർട്ടിലും എൻഡിലും നിങ്ങൾ ഒരു കീ ഫ്രെയിം കൊടുക്കുക. കീ ഫ്രെയിം കൊടുത്ത് അതിന് എൻഡിലെ കീ ഫ്രെയിമിൽ നിങ്ങൾ ആ വൈറ്റ് ലൈനിൽ കൊണ്ടുപോയി വെച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സിൽ ക്രോപ്പ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് അവിടെ റൊട്ടേറ്റ് ചെയ്യുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതിലെ സ്റ്റാർട്ടിലെ കീ ഫ്രെയിമിൽ ഒന്നും ചെയ്യാതെ അതിലെ ലാസ്റ്റത്തെ കീ ഫ്രെയിമിലേക്ക് നിങ്ങൾ വൈറ്റ് ലൈൻ കൊണ്ടുവച്ചിട്ട് അതേ റൊട്ടേറ്റ് ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിലെ 90 ഡിഗ്രി എന്നുള്ളത് നിങ്ങൾ 180 ഡിഗ്രി ആക്കിയിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രിയാണ് കാണിക്കുന്നത് എന്നുള്ളതിന്റെ എമൗണ്ട് കാര്യങ്ങളൊക്കെ അവിടെ സ്ക്രീനിൽ അവിടെ കാണിക്കും. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ഒരു ലാസ്റ്റത്തെ കീ ഫ്രെയിമിൽ വെച്ചിട്ട് നിങ്ങൾ 180 ഡിഗ്രി ആക്കി കൊടുക്കുക റൊട്ടേറ്റ് ചെയ്തിട്ട്. എന്നിട്ട് ജസ്റ്റ് ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ കാണാൻ നിങ്ങൾക്ക് ഒരു ടയർ ഇങ്ങനെ അവിടെ നിന്ന് സ്പിന്നിങ് ആവുന്ന ഒരു എഫക്റ്റ് അവിടെ വന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ലെയർ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു മെയിൻ ട്രാക്ക് എടുക്കുന്ന ഇമേജ് എത്ര ഡ്യൂറേഷൻ ആണുള്ളത് അതിനനുസരിച്ച് നിങ്ങൾ ഈ ഒരു ഓവർലേ ആക്കിയിട്ട് കിട്ടിയിട്ടുള്ള ഈ ഒരു ടയർ തിരിക്കുന്ന ഒരു ഭാഗം ഒരു ഓവർലേ ഇമേജ് നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ആ മേലത്തെ മെയിൻ ട്രാക്കിൽ ഇമേജ് എത്രയാണ് അതിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ കാണാൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു കാറിന്റെ ടയർ ഇങ്ങനെ സ്പിന്നിങ് ആവുന്നത് സ്പീഡിൽ.
എന്നാൽ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ആ ഒരു കാറിന്റെ ഒരു വീഡിയോ ഫ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രീസ് ചെയ്തപ്പോൾ അതിന് ഇമേജ് കഴിഞ്ഞിട്ട് ഒരു വീഡിയോന്റെ ബാക്കി പോർഷൻ കൂടി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യണം, ഇനി കാറിന്റെ ഒരു ടയർ അവിടെ സ്പിന്നിങ് ആകുമ്പോൾ നമുക്ക് ചെറിയൊരു സ്മോക്ക് എഫക്റ്റ് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു ടെസ്റ്റ് ഇങ്ങനെ കാറിന്റെ ടയർ ഇങ്ങനെ തിരിയുമ്പോൾ ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സ്മോക്കിന്റെ എഫക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് അപ്പോൾ ഒരു ഓവർലേ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സിലെ ഓവർലേ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇനി ആ സ്മോക്കിന്റെ എഫക്റ്റിന്റെ സ്പീഡ് നിങ്ങൾക്ക് കൂട്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴത്തെ ടൂൾ ബോക്സിലെ സ്പീഡ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് അതിന്റെ സ്പീഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോർമലിൽ നിങ്ങൾ അതിന്റെ സ്പീഡ് ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടയർ തിരിയുമ്പോൾ ഒന്നുകൂടി പെട്ടെന്ന് സ്മോക്കിന്റെ എഫക്റ്റ് ആയിട്ട് കിട്ടും അവിടെ. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു സ്പീഡ് നിങ്ങൾക്ക് വേണ്ടതിനനുസരിച്ച് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് ടയർ സ്പിന്ന് ചെയ്യണതിന് അങ്ങോട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സിൽ സ്പ്ലൈസ് ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിലെ ഫിൽറ്റർ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്കൊരു ബ്ലാക്ക് പോയിട്ട് കറക്റ്റ് സ്മോക്ക് മാത്രമായിട്ട് അവിടെ കിട്ടും. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ആ സ്മോക്കിലെ റൗണ്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആ ടയറിന്റെ സൈസിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ കാണാൻ ടയർ തിരിയുമ്പോൾ അതിനനുസരിച്ചുള്ള സ്മോക്ക് കറക്റ്റ് ആയിട്ട് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്മോക്കിന്റെ എഫക്റ്റ് അവിടെ വരുന്നത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മുടെ ഒരു ടയർ സ്പിന്നിന്റെ എഫക്റ്റ് അവിടെ ഏകദേശം ഒരു 90% അവിടെ ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഷേക്ക് എഫക്റ്റ്, ഒരു വൈബ്രേഷൻ ആയിട്ടുള്ള ഷേക്ക് എഫക്റ്റ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനായി താഴത്തെ ടൂൾ ബോക്സിലെ എഫക്റ്റിൽ വീഡിയോ എഫക്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ ഷേക്ക് എന്നുള്ള ഒരു എഫക്റ്റ്. ആ ഒരു ഷേക്ക് എഫക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഷേക്ക് എഫക്റ്റിന്റെ ലെയർ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ടയർ സ്പിന്ന് ചെയ്യുന്നതിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ സ്ക്രീൻ കാണിക്കുന്ന പോലെ. എന്നിട്ട് അതിന് താഴത്തെ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് അതിൽ ആൾ വീഡിയോ കൊടുക്കുക. അതിനുശേഷം അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് സെലക്ട് ചെയ്ത് അതിന്റെ സ്പീഡ് ഇന്റൻസിറ്റി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. ഞാൻ സ്ക്രീൻ കാണിക്കുന്ന പോലെ. അതിനുശേഷം നമ്മൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത്, ഇനി നമുക്ക് ഒരു കാർ സ്പിന്ന് ചെയ്യുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറിയൊരു കാറിന്റെ ഒരു സൗണ്ട് എഫക്റ്റ് കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ 100% പക്ക അതിലേക്ക് സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ സെറ്റ് ആക്കി കൊടുക്കും. അപ്പോൾ ആ ഒരു ഓഡിയോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തില്ല. അപ്പോൾ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു ഔട്ട് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഒരു സ്പിൻ എഫക്റ്റ് നിങ്ങൾ അവിടെ എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ കിട്ടുക. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇനി ഒരു ടയർ സ്പിന്നിന്റെ ട്രാൻസിഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ മനസ്സിലായിട്ട് വിചാരിക്കും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി വീഡിയോ ലൈക്ക് ചെയ്യാൻ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ട് വീഡിയോസ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇന്നും കാണാം. ഗുഡ് ബൈ.